കഴിഞ്ഞില്ല. അതെ അതെ. ഞങ്ങൾ ബന്ധുതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇട്ടേക്കുന്ന ഈ ഷർട്ട് അർജുന്റെ ഷർട്ടാണ്, ഞാൻ ഇട്ടേക്കുന്ന ഈ മാല അർജുന്റെ മാലയാണ്. അവന്റെ വെട്ടി തപ്പി കഴിഞ്ഞാൽ എന്റെ ഷർട്ടും എന്റെ എന്തെങ്കിലുമൊക്കെ അവന്റെ അടുത്തും കാണും. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് സൗഹൃദം നിലനിർത്തിക്കൊണ്ട് പോകും. ഇപ്പം ഇതിനൊക്കറിയാലോ, നമ്മൾ കൂട്ടുകാരാകുമ്പോൾ നമ്മൾ അത്രയും ക്ലോസ് ആകുമ്പോഴാണ് നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്യുക. അപ്പൊ വീക്കെൻഡിൽ അവനിടുന്ന പല സാധനങ്ങൾ എന്റെ ആയിരിക്കും, ഞാനിടുന്ന പല സാധനങ്ങൾ അവന്റെ ആയിരിക്കും. അതൊരിക്കലും നമ്മൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അതെനിക്കറിയാലോ അവന്റെ. ഇപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് പെട്ടെന്ന് വീഡിയോ കോൾ ചെയ്ത് അവനെയാ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇത് ഹൗസിൽ വെച്ച് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ മുക്കുന്നുണ്ട്. അത് മുക്കലായിരിക്കണമെന്നില്ലല്ലോ, അത് മുക്കലല്ല. വന്നില്ലെങ്കിൽ നമുക്ക് വന്നില്ലെന്ന് പറയാൻ പറ്റുള്ളൂ, അത് മുക്കലാന്നല്ല. പക്ഷെ ഞാൻ അർജുനായിട്ടുള്ള സൗഹൃദമൊക്കെ അവിടെ പക്കാ സൗഹൃദം, കോംബോ അല്ല, ആ ഫ്രണ്ട്ഷിപ്പ് പക്കയായിരുന്നു. ആ കോംബോ കിട്ടില്ലായിരുന്നു. ഞങ്ങൾ അവിടെ ആ ഹൗസ്, എനിക്ക് തോന്നുന്നു ഹൗസ് മേറ്റ്സ് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗഹൃദത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്ന രണ്ടാൾക്കാർ ഞാനും അർജുനും ആണ്. ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ ദിവസവും ഒരുപാടൊക്കെ സംസാരിക്കുമായിരുന്നു, ഒരുപാട് ആളുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ, ഞങ്ങളുടെ കുറെ ഗെയിം പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അർജുനും കൂടെ ആൾക്കാരെ എവിക്റ്റ് ആക്കാൻ വേണ്ടി. പക്ഷെ അത് നമുക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. അല്ല, അങ്ങനെ ഞാൻ പറയില്ല, അത് പ്രേക്ഷകരില്ല പറയണ്ടേ. പ്രേക്ഷകർ പറയാണ് ഈ സീസൺ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരുടെ വിധി. സീസൺ നല്ലതും ചീത്തതും പറയേണ്ട പ്രേക്ഷകരാണ്. പ്രേക്ഷകർ എന്താണോ പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സീസൺ 6 നല്ലതാണെന്ന് പ്രേക്ഷകർ പറഞ്ഞാൽ നല്ലത്, മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രേക്ഷകരുടെ വിധി എന്താണോ അതിനെ മാനിക്കുക എന്നുള്ളതാണ്. ഈ ജഡ്ജ്മെന്റ് ഒക്കെ പ്രേക്ഷകർക്കാണ്, നമ്മുടെ അല്ല. എനിക്ക് മറ്റേ പുറത്തുനിന്ന് റിവ്യൂ പറയുമ്പോഴും അകത്തുനിന്ന് കളിക്കുമ്പോഴും ഞാൻ സെയിം ബൈബിൾ തന്നെയായിരുന്നു. അല്ല, അവന്റെ വ്യക്തി ജീവിതത്തിനാണ് പുറത്ത് അകത്ത് കയറിയപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ അവൻ ആ രീതിയിൽ ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെന്നാണ് അവന് തോന്നിയത്. അതുകൊണ്ട് അവൻ അങ്ങനെ യൂസ് ചെയ്തു. പലർക്കും പല രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ചില നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ വളർച്ചയ്ക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ഫെയിമിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മാറ്റങ്ങൾക്ക് യൂസ് ചെയ്യാം. സായ അവന്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തു. തീർച്ചയായിട്ടും. കാരണം ആ പണപ്പറ്റിയെ പറ്റി നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അങ്ങനെ എടുത്തുകൊണ്ടല്ലേ. അപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്ക് ആ സമയത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട് അവനെ. പക്ഷെ ഇപ്പോഴും നമ്മൾ അടുത്ത സീസൺ ആയാലും അവന്റെ 5 ലക്ഷം ചർച്ചയാവും. അപ്പൊ ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവൻ ചോദിച്ചതാണെന്ന് വിചാരിച്ചാൽ